പെരിയാരേ പെരിയാരേ പർവ്വത നിരയുടെ പനിനീരേ. ഭാസ്കരൻ മാഷ് എഴുതിയ പെരിയാറൊക്കെ പണ്ട്. ആ പർവ്വതനിരയുടെ പനിനീരൊന്നുമല്ല ഇപ്പോൾ പെരിയാർ. കേരളത്തിൻ്റെ സംസ്കാരത്തിലും ചരിത്രത്തിലും ഒഴിച്ചുകൂടാനാവാത്തൊരു സ്ഥാനം പെരിയാറിനുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാർ ഒഴുകിയെത്തുന്ന ദൂരം. ഒരു കോർപ്പറേഷനിലൂടെയും 4 മുനിസിപ്പാലിറ്റികളിലൂടെയും 42 പഞ്ചായത്തുകളിലൂടെയും പെരിയാർ ഒഴുകുന്നു. 14 അണക്കെട്ടുകളാണ് പെരിയാറിനെ അതിൻ്റെ വഴിയിൽ നിന്ന് തടയുന്നത്. 50 ലക്ഷത്തിനടുത്ത് ജനങ്ങൾ പല ആവശ്യങ്ങൾക്കായി പെരിയാറിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഒരുപക്ഷെ പെരിയാറാണ്, 14 എണ്ണം. പശ്ചിമഘട്ടത്തിലെ 3 വ്യത്യസ്തങ്ങളായ ഭൂവിഭാഗങ്ങളിൽ നിന്നാണ് പെരിയാർ ഉദ്ഭവിക്കുന്നത്. പെരിയാറിൻ്റെ ഉദ്ഭവസ്ഥാനം കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ ശിവഗിരി ഭാഗത്തുള്ള ചൊക്കാംപെട്ടിമല, പാച്ചിമല, കാളിമല, സുന്ദരമല, നാഗമല, കോമല, വള്ളിമല എന്നീ 7 മലകളാണ്. ഈ 7 മലകളിൽ നിന്നുള്ള ജലമാണ് ഇവിടെ പെരിയാറിൻ്റെ ഉദ്ഭവത്തിന് കാരണമാകുന്നത്. സുന്ദരമലകളിൽ നിന്നുദ്ഭവിക്കുന്ന അരുവി ഏകദേശം 50 കിലോമീറ്റർ കഴിയുമ്പോൾ കോട്ടമലയിൽ നിന്നുദ്ഭവിച്ച് ഒഴുകിയെത്തുന്ന മുല്ലയാറുമായി മുല്ലക്കൊടിയിൽ വെച്ച് ഒത്തുചേരുന്നു. ഇതിനടുത്തു വെച്ചാണ് പെരിയാറിൻ്റെ യാത്ര ആദ്യമായി തടയപ്പെടുന്നത്. പെരിയാറിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ 1895 ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്. ഈ അണക്കെട്ട് കൊണ്ടുണ്ടായതാണ് പെരിയാർ ജലസംഭരണി. ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാർ വണ്ടിപ്പെരിയാറിലെത്തുന്നു. വണ്ടിപ്പെരിയാർ കഴിയുമ്പോൾ പെരുംതുറയാറും കട്ടപ്പനയാറും പെരിയാറിൽ ചേരുന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും വീണ്ടും ഒഴുകിത്തുടങ്ങുന്ന പെരിയാർ ഈ ഘട്ടം മുതലാണ് മലിനീകരിക്കപ്പെട്ടു തുടങ്ങുന്നത്. ഈ മേഖലയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് വ്യാപകമായ മലിനീകരണം പെരിയാറിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഉടുമ്പിൻചോല, ദേവികുളം താലൂക്കുകളിലെ ഏലത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും വ്യാപകമായി എൻഡോസൾഫാൻ അടക്കമുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കീടനാശിനികളെല്ലാം പെരിയാറിൽ കലരുന്നുമുണ്ട്. കീടനാശിനികൾ നിറച്ച പാത്രങ്ങൾ കഴുകുന്നതുവരെ പെരിയാറിലാണ്. മാത്രമല്ല, പെരിയാർ ഒഴുകുന്ന പഞ്ചായത്തുകളിലെ മാലിന്യമെല്ലാം വന്നു ചേരുന്നത് പെരിയാറിലാണ്. പിന്നീട് പെരിയാറിന്റെ വഴിമുടക്കുന്നത് ഇടുക്കി ഡാമാണ്. റഫീഖ് അഹമ്മദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മിടുക്കിയായി ഇടുക്കി ഇവിടെ പെരിയാറിന് തളയിടുന്നു. കുറവൻ കുറത്തി മലകൾക്കിടയിലൂടെ ഒഴുകിയിരുന്ന പെരിയാറിനെയാണ് ഇടുക്കിയിൽ ആർച്ച് ഡാം കെട്ടി തടഞ്ഞിരിക്കുന്നത്. ഒരു കാലത്ത് 400 മീറ്ററിലധികം വീതിയോടെ ഒഴുകിയിരുന്ന പെരിയാറിന്റെ ഈ ശാഖ അണക്കെട്ട് വന്നതോടെ 10 മീറ്ററിനടുത്ത് മാത്രം വീതിയുള്ള ഒരു ചെറിയ അരുവിയായി മാറി. ചെറുതോണിയിലും കുളമാവിലുമുള്ള മറ്റ് 2 അണക്കെട്ടുകൾ കൂടി ചേർന്നതാണ് ഇടുക്കി ജലസംഭരണി. കുളമാവിൽ നിന്നുമുള്ള ജലം മൂലമറ്റത്തെ വൈദ്യുതോൽപാദനത്തിനു ശേഷം മൂവാറ്റുപുഴയിലേക്ക് ഒഴുക്കിക്കളയുന്നതുകൊണ്ട് പെരിയാറിലെ വെള്ളം വലിയ തോതിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് നിരവധി വീടുകളും കടകളുമുള്ള ജനവാസ കേന്ദ്രമായ ഇടുക്കി ഡാമിന്റെ താഴ്വര ഒരു കാലത്ത് പുഴ ഒഴുകിയിരുന്ന വഴിയാണ്, പെരിയാർ ഒഴുകിയിരുന്ന വഴി. മുല്ലപ്പെരിയാർ, ഇടുക്കി തുടങ്ങി നിരവധി അണക്കെട്ടുകൾ വന്നതോടെ പലയിടത്തും പെരിയാർ മുറിഞ്ഞുപോയി. സത്യത്തിൽ തുടക്കത്തിൽ നിന്ന് ഒഴുകി വരുന്ന പെരിയാർ അവസാനം വരെ ഒഴുകിയെത്തുന്നില്ല. പലയിടത്തും പെരിയാർ വറ്റിവരണ്ടുപോയി. ചെറുപുഴകളും അരുവികളും അടങ്ങുന്ന കൈവഴികളാണ് ഇന്ന് പെരിയാറിന്റെ ജീവൻ നിലനിർത്തുന്നത്. ഇടുക്കി ജലസംഭരണിക്ക് ശേഷം വളരെ ശോഷിച്ചൊഴുകുന്ന പെരിയാർ തന്റെ ശക്തി വീണ്ടെടുക്കുന്നത് കരിമ്പൻ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഇരട്ടയാർ, കല്ലാർ, ചിന്നാർ, തവളയാർ തുടങ്ങിയ പോഷക നദികളും അനവധി അരുവികളും ചേർന്നൊഴുകുന്ന പെരിഞ്ചൻകുട്ടിയാർ നദിയിൽ ചേരുന്നതോടെയാണ് ഇത്. മുതിരപ്പുഴയാറും പെരിഞ്ചൻകുട്ടിയാറും പെരുന്തുറയാറുമൊക്കെ പെരിയാറിനെ ഊർജ്ജസ്വലയാക്കുന്നുണ്ട്. പൂയംകുട്ടിയാറിന്റെ പങ്ക് ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. പൂയംകുട്ടിക്ക് അണക്കെട്ടുകളില്ല. അതുകൊണ്ട് തന്നെ ഒടുക്കം വരെ ഒഴുകിയെത്താൻ പെരിയാറിന് ശക്തി പകരുന്നത് പൂയംകുട്ടിയാറാണ്. ഏറിയ പങ്കും വനമേഖലയിലൂടെ ഒഴുകുന്നത് കൊണ്ടാവണം
പൂയംകുട്ടിയാർ ഇതുവരെ കാര്യമായി മലിനീകരണപ്പെട്ടിട്ടില്ല. പെരിയാറിന്റെ ജീവൻ നിലനിർത്തുന്ന പൂയംകുട്ടിയാറിനെ ഇല്ലാതാക്കാൻ പോകുന്ന പദ്ധതിയാണ് പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതി. പെരിയാറിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് അണക്കെട്ടുകൾ കൂടെ വലിയൊരു കാരണമാണ്. എന്നാൽ ഓരോ തവണ വഴി തടയപ്പെടുമ്പോഴും പെരിയാർ വീണ്ടും വീണ്ടും എന്തിനോ വേണ്ടി പുനർജനിക്കുന്നു. ഇടമലയാറും ഭൂതത്താൻകെട്ടും മലയാറ്റൂരും കാലടിയും കടന്ന് പെരിയാർ ആലുവയിലേക്കും കൊച്ചിയിലേക്കും ഒഴുകിയെത്തുന്നു. മാലിന്യങ്ങളുടെയും കീടനാശിനികളുടെയും അണക്കെട്ടുകളുടെയും പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് ആശ്വസിച്ച് ഒഴുകിയെത്തുന്ന പെരിയാറിനെ കാത്തിരിക്കുന്നത് അവൾ അനുഭവിച്ചതിലും അപ്പുറത്തുള്ള അപകടങ്ങളാണ്. പെരിയാർ തന്റെ അവസാന ഭാഗത്ത് പൂർണ്ണമായും ഇല്ലാതായി പോവുകയാണ്. എറണാകുളത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ലോകത്തെ തന്നെ 7 നദികൾ ഒഴുകിയെത്തുന്ന ഒരേയൊരു നഗരമാണ് എറണാകുളം. ഈ നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയെയാണ് ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എന്തൊരു വിരോധാഭാസമാണത്. കുഴിക്കണ്ടം തോട് ലോകത്തെ തന്നെ ഏറ്റവും വിഷമയമായ ജലാശയങ്ങളിലൊന്നാണ്. രാസമാലിന്യങ്ങളുടെ ഒരു ടാങ്ക് തന്നെയാണ് ഇത്. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ വരെ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കുഴിക്കണ്ടം തോടിനെപ്പറ്റി നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തെ പല ഏജൻസികളും ഇവിടെ വന്ന് പഠനം നടത്തിയിട്ടുണ്ട്. കയ്യിൽ ഒരു തുള്ളി വെള്ളം തൊട്ടാൽ പോലും മാരകമായ പല അസുഖങ്ങളും വിളിച്ചു വരുത്തിയേക്കാവുന്ന അത്രയും മലിനമാണ് ഈ ജലാശയം. DDTയുടെയും മറ്റും രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. 5 കോടിയോളം രൂപ ചെലവിട്ടാണ് കുഴിക്കണ്ടം തോട് ശുദ്ധീകരിക്കുന്നത് എങ്ങനെയെന്ന് പഠനം നടത്താൻ വേണ്ടി US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയെ ഗ്ലോബൽ ടെൻഡറിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ വ്യവസായങ്ങളുടെ ആകെയുള്ളതിൽ 20% ഇവിടം കേന്ദ്രീകരിച്ചാണ്. ഇവിടുത്തെ പെരിയാറിനൊരു പ്രത്യേകതയുണ്ട്. കൊച്ചിയുടെ കുടിവെള്ള സംഭരണിയാണിത്. മഴവെള്ളവും വ്യവസായശാലകളിലെ സംസ്കരിച്ച ജലവും ഒഴുക്കാനുള്ള ഔട്ട്ലെറ്റുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സാക്ഷ്യപ്പെടുത്തലോടുകൂടി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഭിത്തിയിൽ അത്രയും അനധികൃത ഔട്ട്ലെറ്റുകളാണ്. രാസമാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതിന്റെ അവശേഷിപ്പുകളും ചുമരുകളിലുണ്ട്. പാതാളം ബണ്ട് നമ്മുടെ പെരിയാറിലെ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബണ്ടാണിത്. ഈ പെരിയാറിൽ നിന്നാണ് നമ്മുടെ ജില്ലയിൽ 50 ലക്ഷത്തോളം പേര് വരുന്ന കുടിവെള്ളത്തിനായിട്ട് ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഈ ബണ്ടിൽ നിന്ന് തൊട്ടടുത്തൊരു 2 കിലോമീറ്ററിനടുത്ത് മുപ്പത്തടം കുടിവെള്ള പദ്ധതി, കരിമാലൂര്, ആലങ്ങാട്, കടുങ്ങല്ലൂര്, മുപ്പത്തടം, വരാപ്പുഴ പഞ്ചായത്തുകളായിട്ടുള്ള 2 ലക്ഷത്തിലധികം പേര് കുടിക്കുന്ന കുടിവെള്ളം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. പെരിയാറിന്റെ പുറത്ത് വ്യവസായശാലകളിൽ കാണുന്ന അനധികൃത ഔട്ട്ലെറ്റുകൾ മാത്രമല്ല, പെരിയാറിന്റെ അടിത്തട്ടിൽ വെള്ളത്തിനടിയിൽ വിഷമൊഴുക്കുന്ന നിരവധി പൈപ്പുകളുണ്ട്. പെരിയാറിന്റെ മടിത്തട്ടിലേക്ക്, കൊച്ചിയുടെ ജലസംഭരണിയിലേക്ക് അളവില്ലാത്ത വിഷമൊഴുക്കുന്ന പൈപ്പുകളാണിവ. ആ പൈപ്പുകളുടെ ദൃശ്യങ്ങൾ പകർത്തുകയും കോടതിയിൽ പരാതി നൽകുകയും ചെയ്ത ആ വ്യക്തിയുടെ കയ്യും കാലും തല്ലിയൊടിക്കുകയാണ് ഉണ്ടായത്. എന്നും പ്രതികരിക്കുന്നവരുടെ വായടപ്പിച്ചാണല്ലോ നമുക്ക് ശീലം. പെരിയാറിന്റെ അടിത്തട്ടിലേക്ക് ഈ കൊടിയ വിഷമൊഴുക്കുന്ന പൈപ്പുകൾ ഉയർത്താനായും അവ പരിശോധിക്കാനുമായി കോടതി നിയോഗിച്ച ഒരു വലിയ സംഘം തൊഴിലാളികൾ വന്ന് തടയുകയാണുണ്ടായത്. വലിയ പോലീസ് സംരക്ഷണത്തിൽ നടക്കുന്ന ഈ പരിശോധനയെ തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും തൊഴിലാളികളെ പിന്തിരിപ്പിക്കാനോ അതിൽ നിന്ന് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനോ പോലീസ് മുതിർന്നില്ല. പകരം നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ് ചെയ്തത് എന്നത് എത്ര ദൗർഭാഗ്യകരമാണ്. 4 വശവും വെള്ളമാണ് ഞങ്ങൾക്ക്. അപ്പുറത്ത് പടിഞ്ഞാറ് വശം പുഴയാണ്, കിഴക്ക് വശം പുഴയാണ്, പടിഞ്ഞാറ് വശം വടക്ക് വശം എല്ലായിടത്തും പുഴയാണ്. പക്ഷേ ഈ കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടാൻ യാതൊരു മാർഗം, നല്ല വെള്ളം കിട്ടാൻ മാർഗമില്ല. അതായത് ഞങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടെയുള്ള ആളുകളുടെ ജീവിതം. ഒരു കാലത്ത് കൊച്ചി ടൂറിസത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു ഇവിടുത്തെ ചീനവലകൾ. എന്നാൽ ഇന്ന് പെരിയാറിന്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാം നാമാവിശേഷമായ ചീനവലകൾ. അവശേഷിക്കുന്ന ചീനവലകൾ ചുവപ്പും ഓറഞ്ചും മഞ്ഞയുമായി കാണപ്പെടുന്നത് മാജിക് ഒന്നുമല്ല, പെരിയാറിലേക്ക് തള്ളുന്ന രാസമാലിന്യങ്ങളുടെ അവശേഷിപ്പുകളാണവ. പുഴയിലെ വെള്ളം ഞങ്ങൾ നേരത്തെ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ് നമുക്ക്. ഇതിനകത്ത് ഈ കമ്പനിയിൽ നിന്ന് ഈ അഴുക്ക് വെള്ളം വിടുന്നതുകൊണ്ട് കളറൊക്കെ മാറി, ഒരു ദിവസം പച്ച അല്ലെങ്കിൽ ഒരു ദിവസം മഞ്ഞ, അങ്ങനെ കളറ് മാറി വരികയാണ് വെള്ളം.
അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അലക്കാനോ കുളിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ. നേരത്തേക്ക് ഈ വെള്ളം ആൾക്കാർ കോരി കുടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത്ര ക്ലിയർ വെള്ളമായിരുന്നു. വേറെ വെള്ളമില്ലല്ലോ ഞങ്ങൾക്ക്, ഞങ്ങൾ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെതായ രോഗാവസ്ഥകൾ ഇനി ഭാവിയിൽ വരാം, ഇപ്പം തുടർന്നുകൊണ്ടിരിക്കാം. ഈ എന്തിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങൾ വന്നതെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം മാത്രം 23 തവണയാണ് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. അങ്ങനെ വെറുതെ ചത്തുപൊങ്ങുന്നതല്ല, പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങളും വിഷങ്ങളും കൊന്നൊടുക്കുകയാണ് അവയെ. വലിയ തോതിൽ രാസമാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന സമയത്താണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത്. ഏറ്റവും വലിയ അപകടം എന്തെന്നാൽ ഇത്തരം മത്സ്യങ്ങളെല്ലാം വിപണിയിലേക്ക് എത്തുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഞങ്ങൾ കുറച്ച് പിടിച്ച് കൊടുത്തട്ടെ, ഞാൻ നോണ അറിയില്ലട്ടോ. നമുക്ക് നോണ പറയേണ്ട ആവശ്യമില്ല. ഇത് ഇനി നാളെ തുടങ്ങി ഇങ്ങനത്തെ ഒരു വെള്ളം എങ്ങനെ വന്നേന്ന്. സാധാരണയായി മത്സ്യങ്ങളുടെ ഒരു കുരുതിയായിട്ട് ബന്ധപ്പെട്ട് രാസ വ്യവസായശാലകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മാലിന്യങ്ങളുടെ ഒന്ന് കാർബണിക് വസ്തുക്കൾ, ഓർഗാനിക് വസ്തുക്കൾ എന്ന് പറയുന്ന പെസ്റ്റിസൈഡ് അതുപോലുള്ള വസ്തുക്കളാണ് ഒരു കാരണം. മറ്റൊരു കാരണം ഖനലോഹങ്ങളാണ്, ഹെവി മെറ്റൽ എന്ന് പറയുന്ന ഖനലോഹങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരു ഭക്ഷ്യശൃംഖലയിൽ ഒരു ഘട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് അളവ് കൂടിക്കൂടി വരും. നമ്മുടെ ജൈവ ആവർത്തനം എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് ഇത് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ മത്സ്യങ്ങളിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ അത് ഒരു കൊക്കോ അതുപോലുള്ള ജീവികളിലേക്ക് എത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ ഈ മാലിന്യങ്ങളുടെ അളവ് കൂടും. കാരണം ഒരു 10-15 മത്സ്യത്തെ ഒരു പക്ഷി ഭക്ഷണമാക്കുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിൽ അത്രയും അളവിൽ മാലിന്യം എത്തും. അത് പീഡിക്കപ്പെടാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് മനുഷ്യരിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ അളവ് വളരെയധികം കൂടിയിട്ടുണ്ടാകും. ഒരു പക്ഷേ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ എത്തുന്നതിനേക്കാൾ വളരെ വലിയ അളവിലാണ് കുറേ മത്സ്യങ്ങൾ കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഒരു മാലിന്യം എത്തുന്നത്. പെരിയാറിന്റെ ഈ അവസാന ഭാഗത്ത് പെരിയാർ പലതവണ നിറം മാറി ഒഴുകുന്നു. കഴിഞ്ഞ വർഷം 44 തവണയാണ് ഇത്തരത്തിൽ പെരിയാർ നിറം മാറി ഒഴുകിയത്. 2010 PCB CMRL എന്ന കമ്പനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ലീക്കായി കെമിക്കൽ വേസ്റ്റ് പോകുന്നുണ്ട്, ശരിയാക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. അതിനുശേഷം പിന്നീടൊരു പരിശോധന നടത്തിയപ്പോൾ ഉണ്ടാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് 8-9 ദിവസത്തോളം ഈ പുഴയെ ഡിസ്കളറേഷൻ നടത്തിയ കമ്പനി ഇതാണ് എന്നാണ്. ഇതടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് അന്നത്തെ ഇവിടുത്തെ എൻവയോൺമെൻ്റൽ എഞ്ചിനീയർ ഒരു റിപ്പോർട്ട് മുകളിലേക്ക് അയച്ചു. പക്ഷേ അവരെ സ്ഥലം മാറ്റുകയും റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയുമാണ് ചെയ്തത്. പാതാളം ബണ്ടിൽ നിന്നുമുള്ള വ്യവസായ മേഖലയിൽ റെഡ് കാറ്റഗറിയിലുള്ള കമ്പനികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. റെഡ് കാറ്റഗറി കമ്പനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാസാധിഷ്ഠിതമായ ഗുരുതരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികളാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ ജനവാസമുള്ള മേഖലകളിൽ വരാൻ പാടുള്ളതല്ല. ജനവാസമുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ അനുവദനീയമല്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എറണാകുളത്തിന്റെ 40 ലക്ഷം പേർ കുടിക്കുന്ന കുടിവെള്ള സംഭരണ മേഖലയിൽ ഇത്തരത്തിൽ റെഡ് കാറ്റഗറിയിലുള്ള വലിയ കമ്പനികൾ ഉണ്ട്. അല്ലെങ്കിൽ എറണാകുളത്തെ തന്നെ അല്ലെങ്കിൽ കൊച്ചി വ്യവസായ മേഖലയുടെ ഏറ്റവും വലിയ കമ്പനികൾ സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിൽ കുടിവെള്ള സംഭരണ മേഖലയിലാണ്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കുടിവെള്ളം സംഭരിച്ചിരിക്കുന്നത് ആ പ്രദേശത്ത് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കമ്പിവേലികൾ തീർത്ത് ക്യാമറകളൊക്കെ വെച്ചിട്ടാണ് ആ കുടിവെള്ളത്തെ സംഭരിക്കുന്നത്. ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം, കുടിവെള്ളം സംഭരിച്ചിരിക്കുന്ന മേഖലയിൽ ഇത്തരത്തിലുള്ള രാസാധിഷ്ഠിതമായ വലിയ മലിനീകരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കമ്പനികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. 1981 വലിയ തോതിൽ പെരിയാർ മണൽ വാരലിന് വിധേയമായിട്ടുണ്ട്. 2005 മണൽ നിരോധനം വന്നപ്പോഴാണ് ഇതെല്ലാം കാര്യമായൊന്ന് നിന്നത്. അതുവരെയും ഈ മണൽ വാരൽ തുടർന്നുവെന്നർത്ഥം. കടലിനു തുല്യമുള്ള ആഴമുള്ള കയങ്ങൾ പെരിയാറിൽ ഈ കാലയളവുകൾ കൊണ്ട് രൂപപ്പെട്ടു. അതുകൊണ്ട് വെള്ളം കുറയുന്ന സമയത്ത് പെരിയാർ തിരിച്ചൊഴുകാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. ഹാനികരമായ ഖനലോഹങ്ങൾ, കീടനാശിനികൾ, 80ഓളം വ്യത്യസ്തമായ ഓർഗാനിക് കോമ്പൗണ്ട്സ് പെരിയാർ നദി വന്നു ചേരുന്ന കായൽ പ്രദേശങ്ങളിൽ വന്നു കിടക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. ഖനലോഹങ്ങളുടെ കാര്യത്തിൽ ടോക്സിക് ആയിട്ടുള്ള ലെഡ്, കാഡ്മിയം, മെർക്കുറി ഇത്തരം പദാർത്ഥങ്ങളെല്ലാം അനുവദനീയമായതിലും 100 ഇരട്ടിയിലധികം പെരിയാറിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ഈ ഖനലോഹങ്ങളുടെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു പക്ഷേ സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെ പോലെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു അപകടം ശരീരത്തിൽ ഉണ്ടാവണമെന്നില്ല. അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു സമയം എടുക്കാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആളുകൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചറിയാത്തത്. ഈ ഖരലോഹങ്ങൾ എത്തിയാൽ ആദ്യം ശരീരത്തിൽ ഏത് അപകടകരമായ വസ്തുക്കൾ എത്തുകയാണെങ്കിലും കരളും വൃക്കയാണ് ഇത് പ്രധാനമായിട്ടും ശരീരത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട്, രക്തം ശുദ്ധീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഖരലോഹങ്ങളുടെ കാര്യത്തിനകത്ത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ബാധിക്കുന്ന 2 പ്രധാനപ്പെട്ട അവയവങ്ങൾ കരളും അതുപോലെ തന്നെ വൃക്കയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് വൃക്കകളാണെന്ന് പറയേണ്ടി വരും. കാരണം കരളിന് ഒരു പരിധിവരെ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഒരു പരിധിവരെ ശരീരത്തെ ഒഴിവാക്കി നിർത്താനും കരളിന് സാധിക്കും. പക്ഷെ വൃക്കയുടെ കാര്യത്തിലാണെങ്കിൽ വൃക്കയിൽ വളരെ പെട്ടെന്ന് തന്നെ, വൃക്ക ഒരു അരിപ്പയാണ്, ഈ അരിപ്പ പെട്ടെന്ന് തന്നെ കേടാവുന്നതാണ്. ഇപ്പം ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ പെരിയാർ മേഖലയിലുള്ളവരും പെരിയാറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യപ്പെടുന്ന വലിയൊരു പ്രദേശങ്ങളിലെ ആളുകളിലും വൃക്കാരോഗങ്ങൾ വളരെയധികം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. 10 മടങ്ങല്ല, വളരെ വലിയൊരു മടങ്ങ് എന്ന് നമുക്ക് പറയാം. 10 മടങ്ങ് എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും ഭീകരമായ രീതിയിലേക്ക് വൃക്കാരോഗങ്ങൾ വളരാനുള്ള ഒരു കാരണം ഇതുപോലുള്ള ഖരലോഹങ്ങളുടെ അമിതമായ അളവാണ് എന്ന് പറയേണ്ടി വരും. പെരിയാറിൻ്റെ തീരത്ത് പൂട്ടിപ്പോയ വലിയൊരു ഫാക്ടറി ഉണ്ട്. വിദേശത്ത് നിന്നെത്തുന്ന യൂസ്ലെസ് പേപ്പർ സംസ്കരിച്ചിരുന്ന ഒരു ഫാക്ടറി. അവിടെ നിറച്ചും ഇപ്പോൾ പ്ലാസ്റ്റിക് കൂനകളാണ്. അതീവ ഗുരുതരമെന്ന പരാതികളെ തുടർന്ന് പൂട്ടിപ്പോയ ഫാക്ടറിയാണിത്. ഏക്കർ കണക്കിന് ഭൂമിയിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കാണ് കെട്ടിക്കിടക്കുന്നത്. പ്ലാസ്റ്റിക് ക്യാൻസറിന് കാരണമാകുമെന്ന് പറയുകയും അതിനെതിരെ ബോധവൽക്കരണം നടക്കുകയും ചെയ്യുന്ന പ്രബുദ്ധ ജനതയുള്ള കേരളത്തിൻ്റെ നട്ടെല്ലായ നഗരമായ കൊച്ചിയിലാണ് ഇതെന്നത് ഓർക്കണം. ഈ ബണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് നമ്മുടെ 30 കുടിവെള്ള പദ്ധതിയുടെ പ്രൊജക്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഇന്നലെ ശ്രീശക്തി പേപ്പർ മിൽ എന്ന് പറഞ്ഞ കമ്പനി രൂക്ഷമായ രീതിയിൽ രാസമാലിന്യങ്ങൾ തള്ളിവിട്ടത്. ഇതിനു മുമ്പ് അവർ പല പ്രാവശ്യം തള്ളിവിട്ടിട്ടുണ്ട്. കറുത്തവെള്ളം വെള്ള വെള്ളം ഒഴുകി ഈ വേസ്റ്റ് പതുക്കെ വെള്ളം തള്ളി കാറ്റിൻ്റെ ദേശക്ക്, കാറ്റ് അങ്ങാടാണല്ലോ ഇപ്പോൾ, കാറ്റിൻ്റെ ദേശക്ക് ഒഴുകിയാണ് വെക്കാണ്ട് വരും. ആ വെള്ളം തിരിച്ച് പമ്പ് ചെയ്ത് നമുക്ക് തരും. ഇവിടുത്തെ പാതാളം ബണ്ട് തുറക്കുന്നതും അടയ്ക്കുന്നതും വ്യവസായികളുടെ താല്പര്യത്തിനനുസരിച്ചാണ്. വെള്ളം ഒട്ടും ഇല്ലാത്ത സമയത്ത്, വെള്ളം വരാത്ത ചൂടുള്ള സമയത്ത് ആര് പറഞ്ഞിട്ടാണ് അധികാരികൾ ഈ ബണ്ട് തുറന്നുവിടുന്നത്? ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് നിറഞ്ഞു കിടക്കുന്ന സമയത്ത് അത് ഒഴുക്കിക്കളഞ്ഞ് പുതിയ വെള്ളം കൊണ്ടുവരാനുള്ള കമ്പനിയുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ഇവിടുത്തെ സിസ്റ്റം പോലും പ്രവർത്തിക്കുന്നത്. പാതാളം ബണ്ടിൽ ഏലൂരിലെ വ്യവസായ മേഖലയിൽ ഒന്ന് പോയി നിന്നാൽ നമുക്ക് ശ്വസിക്കാം രൂക്ഷമായ അമോണിയയുടെ ഗന്ധം. നിരന്തരമായി അമോണിയ ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കുറച്ചു നേരം പാതാളം ബണ്ടിൽ പോയി നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അസ്വസ്ഥത അനുഭവപ്പെടുന്നുവെങ്കിൽ വർഷങ്ങളായി അവിടെ ജീവിക്കുന്ന, അവിടെ സ്ഥിരതാമസമാക്കിയ ജനങ്ങളുടെ കാര്യം എന്തെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ കമ്പനി വരാൻ പോകുന്ന സമയത്ത് അന്നൊരു മനുഷ്യൻ പറഞ്ഞു, ഈ കമ്പനി ഈ ദേശത്തിൻ്റെ ദ്രോഹമായിട്ട് മാറും, ഇവിടുത്തെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റില്ല, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ വായു, മണ്ണ് ഒക്കെ മലിനമാക്കും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അന്ന് അവിടുത്തെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്നതാണ്. അന്നപ്പോൾ ജനം വിശ്വസിച്ചിരുന്നത് ഈ കമ്പനി ഇവിടെ വരണം, ഈ കമ്പനി വരുമ്പോൾ തൊഴിൽ കിട്ടും, തൊഴിൽ കിട്ടും, ഇവിടുത്തെ ദേശം ഭയങ്കരമായിട്ട് വികസിക്കും എന്ന് അന്നത്തെ ജനം വിശ്വസിച്ചു. 20 വർഷം കഴിഞ്ഞിട്ടാണ് ജനം മനസ്സിലാകുന്നത് 20 വർഷം മുമ്പ് ഒരു മനുഷ്യൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. അവരുടെ കുഞ്ഞുങ്ങളും അവരും രോഗികളായിട്ടും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അവിടുത്തെ വയലുകൾ മുഴുവൻ നാശകോശമായിട്ടാണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതിതീവ്രമായിട്ടുള്ള പ്രവർത്തന പരിപാടി കൂടെ മാത്രമേ അതിനെ വേസ്റ്റ് അല്ലാതാക്കാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് സാധാരണ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് പ്രയോജനമുള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം. ഏതായാലും എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ അത് ഇല്ലാതാകുമെന്നതിന് അപ്പുറത്തേക്ക് ഒന്നും റിവേഴ്സ് ഓസ്മോസിസിൽ ശരിക്കും പറഞ്ഞാൽ അപകടമുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് പ്രഷർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സിൻ്റെ വെച്ചിട്ട് സോൾവെൻറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ പ്രോസസ്സിനൊന്നും ഒരിക്കലും ഇതിനകത്തുള്ള ഇതുപോലത്തെ ഡിസോൾഡ് ആയിട്ടുള്ള മെറ്റൽസോ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെയോ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു സംവിധാനമൊന്നുമില്ല.
ഇപ്പോഴത്തെ പെരിയാറിൻ്റെ മലിനമായ ഈ അവസ്ഥ വെച്ച് പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല. ജീവനെ തുടച്ചു മാറ്റാൻ വരെ ശേഷിയുള്ള മാലിന്യങ്ങളാണ് പെരിയാറിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഈ മാലിന്യമെല്ലാം പൂർണ്ണമായി പരിഹരിക്കാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇന്നും കണ്ടുപിടിക്കാനിരിക്കുന്നതേയുള്ളൂ. അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഈ മലിനീകരണം തടയാൻ, പെരിയാറിനെ വീണ്ടും പഴയ പോലെയാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. പെരിയാർ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. കൊച്ചിയിലാണ് താമസമെങ്കിലും എൻ്റെ നാട്, എൻ്റെ അച്ഛൻ്റെ നാടെന്ന് പറയുന്നത് പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൻ്റെ തൊട്ടടുത്ത് തോട്ടുവായിലൂടെ പെരിയാർ ഒഴുകുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാടും എൻ്റെ എത്നിസിറ്റിയും ഒക്കെ ആയിട്ട് ഈ പെരിയാറിന് വലിയ ഒരു പെരിയാറുമായിട്ട് വലിയൊരു അടുപ്പമുണ്ട്. ഞാൻ പഠിച്ചത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലാണ്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളെല്ലാം പെരിയാറിൻ്റെ തീരത്തും നമ്മുടെ ശങ്കര സ്തൂപത്തിൻ്റെ അടുത്തും പെരിയാറിൻ്റെ തീരങ്ങളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും കോടനാട് ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ പോകുന്ന ഒരു ആനവള്ളത്തൽ കേന്ദ്രവും അവിടെ അടുത്തുള്ള പുഴയും ഒക്കെ. എൻ്റെ ജീവിതവും പെരിയാറുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. ഇതിനു പുറമെ ഞാൻ കുടിക്കുന്ന വെള്ളം പെരിയാറിൽ ശുദ്ധീകരിച്ച വെള്ളമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ കുടിക്കുന്ന വെള്ളം. അപ്പോൾ പെരിയാർ മലിനപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ളവരെ, എൻ്റെ മക്കളെയും അവരുടെ അടുത്ത തലമുറയും ഒക്കെ ഈ വിഷം കലർന്ന വെള്ളം കുടിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മുഴുവനും ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഒരു സമൂഹത്തിന് മുഴുവൻ വിഷം കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്തൊരു തലമുറയെ ആണ് നമ്മൾ അടുത്തതായി വാർത്തെടുക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ചെറിയ ലാഭങ്ങൾക്കും ചെറിയ ചില നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു തലമുറയെ നശിപ്പിക്കുന്ന രീതിയിൽ പെരിയാറിനെ ആരെങ്കിലും മലിനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഒരു പോംവഴി കണ്ടെത്തിയിരുന്നു. പെരിയാർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട് തൻ്റെ പഴയ ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുന്നൊരു കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതിന് പോംവഴി ഉണ്ടായേ തീരൂ. കാരണം വിദ്യാർത്ഥികളാണ് ഇനി മുന്നോട്ട് വരേണ്ടത്. രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ഇല്ലാതെ ചിന്തിക്കുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് വിദ്യാർത്ഥികൾ അണിനിരക്കുമ്പോഴാണ് ഇതിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്, ബോധവൽക്കരണം ഉണ്ടാകുന്നത്. എന്തിനാണ് ഇവർ തെരുവിലിറങ്ങിയതെന്ന് അറിയുമ്പോഴാണ് നമുക്ക് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ആകാംക്ഷ ഉണ്ടാകുന്നത്. അതൊക്കെ ഏറ്റവും ആരോഗ്യകരമായിട്ട് നടക്കാൻ ഇത്തരം ഒരു ഡോക്യുമെൻ്ററിക്ക് അത് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകളും എൻ്റെ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഞാനും പിന്നിൽ ഉണ്ടാകുമെന്ന് വാഗ്ദാനം തരുന്നു.